എൻ.ഡി.എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കേരളത്തെയും സുരേഷ് ഗോപിയുടെ വിജയത്തെയും പ്രത്യേകം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നത് യു.ഡി.എഫ് ആയാലും എൽ.ഡി.എഫ് ആയാലും ബി.ജെ.പി പ്രവർത്തകർ കേരളത്തിൽ നേരിടേണ്ടി വന്നത് വലിയ ക്രൂരതകളാണ്. ജമ്മു കാശ്മീരിൽ പോലും ഇത്രയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്ന് എൻ.ഡി.എ എം.പിയെ ഇത്തവണ നമുക്ക് കിട്ടി. എവിടെയും വിജയ സാധ്യത ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം കഠിന പരിശ്രമത്തിലൂടെ ഇന്ന് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി.ജെ.പി എം.പി ആയെന്നും സുരേഷ് ഗോപിയുടെ പേര് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.ഡിക്കെതിരെ ബി.ജെ.പി നേടിയ അട്ടിമറി വിജയവും മോദി പരാമർശിച്ചു. വരാനിരിക്കുന്ന 25 വർഷം ഒഡീഷയിൽ ഡബിൾ എഞ്ചിൻ സർക്കാരായിരിക്കും പ്രവർത്തിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ.ഡി.എ സർക്കാരിന്റെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. മൂന്നാം വട്ടവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം എൻ.ഡി.എ നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. രാജ്യമാണ് ഒന്നാമത് എന്ന മൂല്യബോധത്തിലാണ് എൻ.ഡി.എ പ്രവർത്തിക്കുന്നത്. ദക്ഷിണ ഭാരതത്തിൽ വൻ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ എൻ.ഡി.എക്ക് കഴിഞ്ഞു. തമിഴ്നാട്ടിലും എൻ.ഡി.എ ശക്തമായെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി.